ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നിവിൻ ചായക്കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവന് കാവേരിയുടെ വിവാഹം കഴിഞ്ഞു എന്നും അതുപോലെ തന്നെ കാവേരിയുടെ കഴുത്തിൽ ആ താലി കണ്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇത് സംഭവിച്ചത് എന്നറിയാതെ അവൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയം തന്നെ അതേ കടയിലോട്ട് വിനീത് വരികയും അപ്പോൾ വിനീത് ഇവന് പെട്ടെന്ന് ഈ വിഷമം താങ്ങാനാവാതെ അവിടെ പെട്ടെന്ന് തന്നെ തളർന്നു വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വിനീത് ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എന്താണ് നിവിനെ? അപ്പോൾ വിനീത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നീ വന്നേ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഇല്ല, ഞാനില്ല എന്ന് പറയുകയാണ്. ഞാൻ കണ്ടട കാവേരിയെ, അവളുടെ വിവാഹം കഴിഞ്ഞൂല, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലട, എന്തായാലും കല്യാണം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ അത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല രാഗിണിയുമായിട്ട്, ഞാൻ അവളെ കാണാൻ വേണ്ടി ഓടി എത്തിയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് അത് ശരി, എന്നാൽ നീ വന്ന വീട്ടിലോട്ട്, എന്തായാലും നീ ഇവിടെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ എനിക്ക് എന്താ വിഷമം പോലെ, നീ വായു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിനീത് നമ്മുടെ നിവിനെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ വലിയ വീട്, അതായത് നരൻ്റെ വീട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് കാവേരി താമസിക്കുന്നത്, കല്യാണം കഴിഞ്ഞത് ഇവിടേക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വീടൊന്ന് നോക്കിയതിന് ശേഷം കാലിങ്ങനെ വടിങ്ങനെ കുത്തിപ്പിടിച്ച് പയ്യെ നടക്കുകയാണ്. അപ്പോൾ ആ സമയം അവര് ഗംഗയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമാണല്ലോ നിവിനോടും. അപ്പോൾ അമ്മയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കാവേരിയുടെ വിവാഹം കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അതെ. അപ്പോൾ ഇവളിന് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു ആക്സിഡന്റ് ആണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ യമുനയുണ്ട്. യമുനയ്ക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, യമുനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നിവിന് കരയണ കാണാണ്. ഇപ്പം എന്താ പറ്റിയത്, ഇവൻ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിനീത് പറയാണ്, അമ്മായി നിവിനെ അവളെ കാവേരിയെ വലിയ ഇഷ്ടമായിരുന്നു, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല രാഗിണിയുമായിട്ട് എന്ന് പറയണ കേൾക്കുമ്പോൾ അവരന്തം വിട്ടു പോവുകയാണ്. അപ്പോൾ ശരിക്കുള്ള കാര്യമാണ്. അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യമുന ആ സമയത്താണ് കേൾക്കുന്നത്. അപ്പോൾ യമുന എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ യമുന മനസ്സിൽ കരുതുന്നുണ്ട്, ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്നോട് എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ള രീതിയിൽ യമുന നിൽക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട് നിവിന്, നീ ഇനിയിപ്പോൾ അത് ആലോചിച്ചിരിക്കേണ്ട, എന്താ അവൾക്ക് പറ്റിയതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിവിൻ കുറച്ച് സമയത്തിനുള്ളിൽ നിളയൊക്കെ നോക്കി നിളയൊക്കെ ആശ്വസിപ്പിച്ചതിന് ശേഷം അങ്ങനെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് അന്ന് രാത്രി തന്നെ യമുന വിളിക്കുകയാണ്. അപ്പോൾ യമുന വിളിക്കുമ്പോൾ എന്താ യമുന എന്ന് ചോദിക്കുന്നുണ്ട് നിവിനെ. അപ്പം നിവിൻ പറയാണ്, എനിക്ക് ഇവിടെ നിന്നും പോയതിനു ശേഷം വല്ലാത്തൊരു സങ്കടം തോന്നി, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ കുറവുണ്ടോ, മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നില്ലേ എന്ന് യമുന ചോദിക്കുമ്പോൾ ഉണ്ട് യമുന, എന്തായാലും കാവേരി എനിക്ക് നഷ്ടപ്പെട്ടു, ആ ഒരു വിഷമത്തിലാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാരില്ല, ചേച്ചി പോകുന്നെങ്കിൽ പോകട്ടെ, പിന്നെ ചേട്ടന് വേറെ നല്ല പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും, അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നീ ഒന്ന് വിളിച്ച് ചോദിക്കാനുണ്ടല്ലോ, നിന്നെയും മറ്റുള്ളവരെ എല്ലാവരും ഞാൻ മാറി മാറി വിളിച്ചായിരുന്നു ഈ നാട്ടിലോട്ട് വന്ന സമയത്ത്, പക്ഷെ നിങ്ങൾ ആരും ഫോൺ എടുത്തില്ല. അപ്പോൾ യമുന പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടൻ വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വെറുപ്പിലാണ് ഞാൻ എടുക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അന്ന് നീ ആ ഫോൺ എടുത്തിട്ടെങ്കിൽ പക്ഷേ എനിക്കിപ്പോൾ കാവേരിയെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും കൂടി നമ്മുടെ നിവിൻ പറയുന്നുണ്ട്. അപ്പോൾ ശരി ചേട്ടാ, അപ്പോൾ താങ്ക്സ് ട്ടാ, എന്തായാലും നീ വിവരം അറിയാനൊന്ന് വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യമുന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ചേച്ചിയെ പ്രണയിച്ചു എന്നുള്ളത് ശരി തന്നെയായിരിക്കാം, പക്ഷേ എന്തായാലും ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞല്ലോ, നിവിനേട്ടൻ്റെ വിവാഹം നടന്നുമില്ല, അപ്പം ഇനി എന്തായാലും എനിക്കും നിവിനേട്ടനും ഒന്നിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും, അതുകൊണ്ട് ഇനി എന്തായാലും അത് കളയണ്ട എന്നുള്ള മനസ്സിൽ അങ്ങനെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജയപാലന് ശിവനുണ്ടല്ലോ, ശിവനെ കാണുകയാണ്. അപ്പോൾ ശിവനോട് പറയുന്നുണ്ട്, ആ പെണ്ണിനെ നിങ്ങളുടെ ഇത് കല്യാണം കഴിച്ചില്ലേ ആ വീട്ടിലെ പയ്യന്നേരൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കല്യാണം കഴിച്ചു, അതെന്താ അങ്ങനെ പെട്ടെന്നൊരു കല്യാണം എന്നിങ്ങനെ ജയപാലൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് പോലും അറിയില്ല എന്ന് ശിവരാജൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് ശരി, അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല അല്ലേ, ആള് ആകെ തരികിടയാണ്, അവിടുത്തെ നാട്ടിലെ
അവള് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ പെങ്ങളുടെ മകനുമായിട്ട് കടുത്ത പ്രണയത്തിലായിരുന്നു അവള്. അവിടുന്ന് പിന്നെ അവൻ ഇപ്പൊ ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്നപ്പോൾ പണക്കാരായ പയ്യന്മാരെ പിടിക്കുകയാണ് അവളുടെ ഏക ജോലി. അങ്ങനെയുള്ള ആൾക്കാരെ പ്രണയിച്ച് അവൾ അങ്ങനെയുള്ളൊരു പൈസ മുഴുവൻ ഇങ്ങോട്ട് എടുക്കും, അതൊക്കെയാണ് അവളുടെ ഒരു ക്യാരക്ടർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ തന്നെ നമ്മുടെ ജയബാലൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ശിവരാജൻ വിശ്വസിക്കുന്നുണ്ട്. ശിവരാജൻ അത് വേഗം തന്നെ വന്നിട്ട് ഗായത്രിയോടും മുത്തശ്ശിയോടും പറയുകയാണ്. അപ്പൊ അവരും മുത്തശ്ശൻ അത് ചെവിക്കൊള്ളുന്നില്ലെങ്കിലും മുത്തശ്ശിയുടെയും ഗായത്രിയുടെയും മനസ്സിൽ ഇവളോട് കാവേരിയോട് ചെറിയൊരു വെറുപ്പൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കാവേരി ആണെങ്കിൽ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നരൻ വരുന്നുണ്ട്. ഇപ്പൊ നരൻ ചോദിക്കാൻ നീ എവിടെ പോകുന്നു? ഉറങ്ങാൻ. എന്തേ നോക്കിയാണ്. അപ്പൊ എവിടേക്കാ പോകുന്നത്? അപ്പൊ ആ സമയത്ത് ബാത്റൂമിൽ എന്ന് പറയാണ്. അത് നീ അതും ചെയ്യും. നീ ഇപ്പൊ ഏത് റൂമിലാ കിടക്കാൻ പോകുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് അപ്പുറത്തെ റൂമിൽ കിടക്കാൻ, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ വേണ്ട അവിടെ കിടക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ കിടന്നോ എന്ന് പറയുകയാണ്. നിങ്ങളുടെ മുറിയിൽ വന്നു പോകരുതെന്നല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. നീ ഇപ്പൊ ആ റൂമിൽ കിടക്കുന്നത്, നമ്മൾ 2 റൂമിൽ കിടക്കുന്നത് ഇവിടെ ഉള്ളവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങളാവും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നില്ലതൊക്കെ അവർ പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്ത് അത് ശരി, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാവേരി വേഗം തന്നെ നരന്റെ മുറിയിലേക്ക് കയറുകയാണ്. അങ്ങനെ നരൻ പറയുന്നുണ്ട് കിടന്നോ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ബ്ലാങ്കറ്റ് എടുത്തോ ഷെൽഫിൽ നിന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ ഇവിടെ അല്ല, നീ തറയിലാ കിടക്കേണ്ടത് എന്ന് പറയുമ്പോൾ തറയിലൊന്നും എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് കാവേരി പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ കിടന്നോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനോ എൻ്റെ റൂമിൽ ഞാൻ തറയിൽ കിടക്കാനോ? അപ്പോൾ അതെ, അതത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഇത്രയും വലിയ AC ഒക്കെ ഇട്ടിട്ട് എനിക്ക് തറയിൽ കിടക്കാനൊന്നും പറ്റില്ല, എനിക്ക് തണവ് പിടിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അത് ശരിയാവില്ല എന്ന് നമ്മുടെ നരൻ പറയാണ്. അപ്പൊ നരനോട് കാവേരി ചോദിക്കുന്നുണ്ട്, അതെ എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കിടന്നോ എന്ന് പറയാണ്. എടി ഞാൻ എന്താ ചെയ്യാൻ പോണത്, എനിക്ക് എന്നെ തന്നെ നല്ല വിശ്വാസമുണ്ട്, എന്നാ പിന്നെ ഇവിടെ കിടക്കാൻ നോക്കൂ ഒരു ഭാഗത്ത് എന്ന് പറയുകയും അതും പറഞ്ഞ് ആ ബ്ലാങ്കറ്റ് തലയിലൂടെ ഇട്ടിട്ട് അവൾ അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അവൾ ഇടക്കൊന്ന് തല പൊന്തിച്ചിട്ട് നോക്കിയിട്ട് ആ ലൈറ്റ് ഓഫ് ചെയ്യും, എനിക്ക് ലൈറ്റ് ഉണ്ടായി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നേരം പറയണം, എടി നിന്നോട് അപ്പൊ അതെ അധികം ഇതാക്കണ്ട, വന്ന് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നരനാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, അവളിങ്ങനെ തന്നെ നോക്കി കുറെ നേരം ഇരുന്നതിന് ശേഷം പിന്നെ അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ കുറച്ച് അവൾ ഉറങ്ങി കാണുമ്പോൾ അവൾക്കാണെങ്കിൽ നല്ല കൂർക്കം വലി. അപ്പോൾ ആ സമയം നരൻ അയ്യേ കൂർക്കം വലിക്കണ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂർക്കം വലി സഹിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ അങ്ങനെ ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെവിട് വഴി തലയണ രണ്ടും ചെവിട്ടിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് അങ്ങനെ ഒരു വിധത്തിൽ അവനങ്ങനെ ഉറങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ രാത്രി അവന് ശരിക്കും ഉറക്കമൊന്നും ശരിയാവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നരൻ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ശിവരാജ് പേപ്പർ വായിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പേപ്പർ തട്ടിയെടുത്തിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയം ശിവരാജൻ പറയുന്നുണ്ട്, ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇളയച്ചൻ ഇപ്പോൾ എവിടെയും പോകാനൊന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും, ഇളയച്ചൻ അത് കഴിഞ്ഞ് സാവധാനം ഇരുന്ന് വായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോട്ടുവായി ഇടണ കാണുമ്പോൾ ഇവൻ പറയാണ്, ശിവരാജൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ അടുത്ത് കല്യാണം കഴിഞ്ഞാലല്ലോ ഉറക്കമൊന്നും ശരിക്കും അങ്ങ് ശരിയാവുന്നില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ കളിയാക്കാണ്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത റിവ്യൂമായി ഉടനെ തന്നെ വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.